നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇർഷിദാസ് മെറ്റ്ഫോളിയോ. ഞാനടക്കം നമ്മളിൽ പലരും ഒന്നോ അതിലധികമോ തവണ ഉപയോഗിച്ചിട്ടുള്ള ഒരു വാക്കാണ് വിഷാദം അഥവാ ഡിപ്രഷൻ, അല്ലെ? പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാൻ ഡിപ്രഷനിലാണ്, അല്ലെങ്കിൽ ഞാൻ വിഷാദത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നൊക്കെ. അപ്പം മുതിർന്നവർ ഇത് കേട്ടാൽ പറയും, ഞങ്ങളും ഈ പ്രായമൊക്കെ കടന്നു വന്നതാ, നിങ്ങൾക്കൊക്കെ സൗകര്യം കൂടുതലും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുന്നതെന്നൊക്കെ, അല്ലേ? പക്ഷേ ഡിപ്രസീവ് ഡിസോർഡർ അഥവാ വിഷാദ രോഗം എന്നത് ഒരു സത്യാവസ്ഥയാണ്. ഈ അടുത്തൊരു കാലത്താണ് ഇത് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നത്, അല്ലെ? മനുഷ്യരാശി ഉണ്ടായിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു, പക്ഷെ ഈ അടുത്താണ് വിഷാദ രോഗം ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ വൈദ്യശാസ്ത്രത്തിന്റെ തുടക്കകാലം മുതലുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഈ ഒരു മാനസിക രോഗങ്ങളെ പറ്റിയുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട്, റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. പരീക്ഷകളിൽ വിചാരിച്ച പോലെ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ച, പ്രിയപ്പെട്ടവരുടെ വിയോഗം, അതുപോലെ തന്നെ ജീവിതം വിചാരിച്ചതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥ. ഇത്തരം സന്ദർഭങ്ങളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ സഹിക്കാൻ പറ്റാത്ത വിഷമം അല്ലെങ്കിൽ സങ്കടത്തിലൂടെ നമ്മൾ പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ കൂടുതലും ഈ ഡിപ്രഷൻ അഥവാ വിഷാദം എന്നുള്ള ഒരു വാക്ക് യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇത് തന്നെയാണോ യഥാർത്ഥ വിഷാദം? നമുക്കറിയാം, ഈ അടുത്ത കാലത്തൊരു പ്രശസ്ത സിനിമാ താരം തന്നെ വിഷാദ രോഗത്തിന് അടിമപ്പെട്ട് മരിക്കുകയുണ്ടായി. നമ്മുടെ എല്ലാം കണ്ണിൽ എല്ലാ തരത്തിലും എല്ലാവിധ സന്തോഷമുള്ളൊരു വ്യക്തി, അല്ലേ? അദ്ദേഹം മരണത്തിന് കീഴ്പ്പെട്ടു. അപ്പം വിഷാദം ഒരിക്കലും തള്ളിക്കളയേണ്ട ഒന്നല്ല. നമുക്കൊന്ന് വിഷാദം സ്വന്തമായി അനലൈസ് ചെയ്ത് നോക്കിയാലോ? 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന സ്ഥായിയായ വിഷാദഭാവം, അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥ, അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉണ്ടാവുന്ന താല്പര്യക്കുറവ്, ഈ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് വിഷാദമുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം വിഷാദത്തെ എങ്ങനെ സ്വയം തിരിച്ചറിയാമെന്ന് നോക്കാം നമുക്ക്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു 0 മുതൽ 3 വരെ മാർക്ക് നൽകി, അവസാനം നമുക്ക് ഈ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിഷാദമുണ്ടോ അല്ലെങ്കിൽ വിഷാദത്തിൻ്റെ ഏത് സ്റ്റേജിലാണ് നമ്മളെന്ന് നമുക്ക് തിരിച്ചറിയാം. ഒന്നാമത്തത്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിലുള്ള താല്പര്യക്കുറവാണ്. 2 ആഴ്ചയോ അതിലധികമോ ആയി നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ഒരു താല്പര്യക്കുറവ്. ഈ ഒരവസ്ഥ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് 0 നൽകാം. ഇനി കുറച്ചധികം ദിവസങ്ങളിൽ ഈ ഒരു അവസ്ഥ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 നൽകാം. പകുതിയിൽ കൂടുതൽ ദിവസവും ഇങ്ങനെ തന്നെ ആയിരുന്നു എങ്കിൽ 2, കൂടുതൽ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണെങ്കിൽ 3 മാർക്ക് നൽകുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുള്ള ചിന്തകളാണ്. അതായത് ജീവിതത്തിൽ ഇനി ഒന്നുമില്ല, അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട്സ് ആണ്. മൂന്നാമത്തത് ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് എണീക്കുക. ചിലപ്പോൾ അത് ഉറക്കം കൂടുതലാവാം. എപ്പോഴും കിടക്കുന്ന ഒരവസ്ഥ, വേറെ ഒന്നിലും ഒരു താല്പര്യമില്ല, എപ്പോഴും ഉറങ്ങാനും ഉള്ള ഒരു തോന്നൽ. നാലാമത്തത് എപ്പോഴും തളർച്ച, നമുക്ക് വേറെ ഒരു എനർജിയും ഇല്ല, നമ്മുടെ എനർജി എല്ലാം നഷ്ടപ്പെട്ട് എപ്പോഴും ഒരു തളർന്നിരിക്കുന്ന അവസ്ഥ. അഞ്ചാമത്തത് മരണത്തോടുള്ള ഒരു താല്പര്യം കൂടുതലാണ്. മരിക്കണം എന്നുള്ള ചിന്ത, അതുപോലെ ശരീരത്തെ സ്വന്തമായി മുറിവേൽപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി, അങ്ങനത്തെ ഒരു അവസ്ഥ. 6 എന്ന് പറയുന്നത് ചിലപ്പം ഭക്ഷണത്തോടുള്ള അമിത താല്പര്യമാവാം, അല്ലെങ്കിൽ വിശപ്പില്ലായ്മ, ഒരു ഭക്ഷണത്തോടുള്ള താല്പര്യക്കുറവ്, ഇങ്ങനെയുള്ള ഒരവസ്ഥ. അടുത്തതെന്ന് പറയുമ്പോൾ സ്വന്തമായിട്ടൊരു മതിപ്പില്ലായ്മ, സ്വന്തം എപ്പോഴും ഒരു കുറ്റപ്പെടുത്തുന്ന ചിന്തകൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു കുറ്റപ്പെടുത്തിയിട്ടുള്ള സംസാരം, സ്വന്തമായി തന്നെ ഒരു മതിപ്പില്ലാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കുറവ്, നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിലപ്പോൾ നമ്മളെല്ലാം ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മളൊന്നും അറിയുന്നില്ല, അത്രത്തോളം നമുക്ക് കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. സ്വന്തമായിട്ടുള്ള സംസാരം, വേറെ ആരും ഇല്ലെങ്കിലും ചെറിയ സൗണ്ടിലാണെങ്കിൽ പോലും നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ റെസ്റ്റ്ലെസ് ആയിട്ട് എന്തെങ്കിലും മൂവ്മെന്റ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക, കൈകൾ അനക്കുന്നതാവാം, അല്ലെങ്കിൽ കാലുകൊണ്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നതാവാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സ്കോർ ചെയ്തിട്ട് ഇത് അവസാനം നമ്മൾ ഇതെല്ലാം കൂട്ടി നോക്കുമ്പോൾ
0 മുതൽ 4 വരെ ആണെങ്കിൽ ഇതൊരു മിനിമൽ സ്റ്റേജ് എന്ന് പറയും. നമ്മളധികം ഏറ്റവും ഒരു തുടക്കക്കാരാണ് നമ്മൾ. സ്വഭാവത്തിലോ ശീലത്തിലോ വരുത്തുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ വിഷാദത്തെ റിക്കവർ ചെയ്യാൻ നമുക്ക് പറ്റും. 5 മുതൽ 9 വരെ മൈൽഡ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. ഇവിടെയും നമ്മൾ ഈ സിംറ്റംസിൻ്റെ എത്രത്തോളം നീണ്ടു നിൽക്കുന്നു എന്നനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണോ വേണ്ടോ എന്ന് നോക്കുന്നത്. 2 ആഴ്ചയിൽ കൂടുതൽ, 2 ആഴ്ചയിലും 3 ആഴ്ചയിലൊക്കെ കൂടുതലായിട്ട് ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറുടെ സഹായം നേടണം. അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള നമ്മുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുക. 15 മുതൽ 19 വരെ മോഡറേറ്റ്ലി സിവിയർ ആൻഡ് 20 മുതൽ 27 വരെ സിവിയർ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് വരുന്നത്. ഈ 2 സ്റ്റേജും നമ്മൾ എന്തായാലും സൂക്ഷിക്കണം. ഒരു സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനോ നിങ്ങൾ എന്തായാലും കാണണം. കാരണം സൂയിസൈഡൽ ടെൻഡൻസി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഈ ലേറ്റർ നമ്മളിപ്പോൾ പറഞ്ഞ 2 സ്റ്റേജിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ വിഷാദം ഉണ്ടെന്ന് സംശയിക്കുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോ കണ്ടിട്ട് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യുക. നിങ്ങൾ ഈ അവസാനത്തെ സ്റ്റേജിൽ ഉൾപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലും സ്വയം ചികിത്സിക്കാതെ നല്ലൊരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണുക. കാരണം ഇതൊരു രോഗാവസ്ഥ തന്നെയാണ്. പിന്നെ ഇനി എങ്ങനെ വിഷാദത്തെ നമുക്ക് മറികടക്കാം, വിഷാദം വരാതെ നോക്കുക എന്നുള്ളത്, നമ്മളെല്ലാവരും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. സമ്മർദ്ദമില്ലാതെ ഒരു ജീവിതം എന്ന് പറയുന്നത് നമുക്ക് പോസിബിളേ അല്ല. അപ്പം എങ്ങനെ അതിനെ മറികടക്കാം, അതായത് സമ്മർദ്ദമുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെ സ്വന്തമായിട്ട് എങ്ങനെ മറികടക്കാമെന്ന് സ്വന്തമായിട്ട് ട്രെയിൻഡ് ആവുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ മക്കളെയോ ഒക്കെ നിങ്ങൾ ആ തരത്തിലേക്ക് അവരെ ഉയർത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുക. നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. നമുക്കൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാക്കി നിർത്തുന്ന ഏതെങ്കിലും മറ്റു കാര്യങ്ങളിലോട്ട് നമ്മൾ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് നമുക്ക് വിഷാദത്തെ മറികടക്കാൻ അല്ലെങ്കിൽ വിഷാദം വരാതിരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.